സ്വന്തം രാജ്യത്തെ എണ്ണയെ പുകഴ്ത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇക്കാര്യങ്ങളെ പറ്റി സൂചിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ടാങ്കുകൾ ഇതിനോടകം തന്നെ അമേരിക്കയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 2 എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ കൈവശം അതിനേക്കാൾ കൂടുതൽ എണ്ണ തങ്ങളുടെ കൈവശമുണ്ട് എന്നും ഉയർന്ന നിലവാരമുള്ള എണ്ണയാണ് അമേരിക്കയുടെ കൈവശമുള്ളത് എന്നതാണ് ഇവിടെ ട്രംപ് വ്യക്തമാക്കുന്നത്. അത് നിങ്ങൾക്കായി കാത്തിരിക്കുന്നുവെന്നും ട്രൂത്ത് സോഷ്യലിലൂടെ പങ്കുവച്ച കുറിപ്പിൽ ട്രംപ് ഇവിടെ കുറിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ചതും ഗുണമേന്മയുള്ളതുമായ എണ്ണയും വാതകവും നിറയ്ക്കാൻ വൻതോതിൽ ഒഴിഞ്ഞ ഓയിൽ ടാങ്കുകൾ അമേരിക്കയിലേക്ക് വരികയാണ് എന്നതാണ് ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഇറാനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇറാനിലെ ഉദ്യോഗസ്ഥരും പാകിസ്ഥാൻ മധ്യസ്ഥരും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് നടക്കുന്നത്. അമേരിക്കൻ പ്രതിനിധി സംഘവും ഈ ചർച്ചയിൽ ഉടൻ തന്നെ പങ്കുചേരുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എല്ലാ മേഖലയിലും വെടിനിർത്തൽ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ട് എന്നും അത് ഉറപ്പാക്കാൻ ലെബനനുമായി തന്നെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ US പ്രതിനിധികളുമായുള്ള ചർച്ചയ്ക്കിടെയാണ് ഇറാന്റെ ഈ പ്രസ്താവന പുറത്തുവരുന്നത്. വെടിനിർത്തൽ ഉറപ്പാക്കാൻ ലെബനനുമായി തന്നെ ഇറാൻ ചർച്ചകൾ തുടരുകയാണ്. അതേസമയം പാകിസ്ഥാനിൽ നടക്കുന്ന ചർച്ചകളെ ഹിസ്ബുള്ള പിന്തുണയ്ക്കുന്നതായും സംഘടനയുടെ അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. വരുന്നയാഴ്ച അമേരിക്കയിൽ അവിടെ വെച്ച് വേറെ ചർച്ചകൾ നടക്കുന്നതിനേക്കാൾ ശരിയായ സമീപനം ഇതാണ് എന്നതാണ് ഇവർ വിശ്വസിക്കുന്നതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. മാത്രമല്ല, ഈ ചർച്ചയെ ലോകമാകട്ടെ ഒന്നടങ്കം പ്രതീക്ഷയോടെ തന്നെയാണ് ഉറ്റുനോക്കുന്നത്. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചയിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് കൈക്കൊള്ളുന്നതെന്നത് അതീവ പ്രാധാന്യമുള്ളതാണ്. US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘമാണ് ചർച്ചയ്ക്കായി തന്നെ പാകിസ്ഥാനിലേക്ക് എത്തിയിരിക്കുന്നത്. ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, അദ്ദേഹത്തിന്റെ മരുമകൻ ജരേദ് കുഷ്ണർ എന്നിവരും ഈ സംഘത്തിലുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗിർ, അതേപോലെ ഇതിന് നേതൃത്വം നൽകുന്ന പ്രതിനിധി സംഘത്തിൽ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി അടക്കമുള്ളവരാണ് ഇതിലുള്ളത്. ഇസ്ലാമാബാദിലേക്ക് വന്ന വിദേശ നേതാക്കളെ സ്വീകരിക്കാൻ എത്തിയതാകട്ടെ സൈനിക മേധാവി അസീം മുനീറാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.